വെൽക്കം ടു എംഫ്ലിൻറ്റ് മീഡിയ. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം അറിയപ്പെടുന്ന ഒരു വ്യക്തി മരിച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളോ ഇനി അദ്ദേഹം അഴിമതി നടത്തിയോ അതൊന്നും അധികം പേര് വിളിച്ചു പറയാൻ നിൽക്കാറില്ല. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ ഓർക്കാനാണ് ശ്രമിക്കുക. എന്നാൽ അഴിമതിയുടെ ഒരു കറയും പുരളാത്ത, ജീവിതത്തിൽ ഒരു അഴിമതിയും നടത്താത്ത ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ പറ്റി ഇകഴ്ത്തിയൊക്കെ വന്ന ചില പോസ്റ്റുകളാണ് ഇതിനാധാരം. വ്യക്തി മറ്റാരുമല്ല, ജോർജ് ഫെർണാണ്ടസ്, മുൻ കേന്ദ്രമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാക്കളിൽ ഒരാൾ, തൊഴിലാളി സംഘാടകൻ, ട്രേഡ് യൂണിയൻ നേതാവ്, നീണ്ട ഒരു രാഷ്ട്രീയ ജീവിതം. അദ്ദേഹത്തിന് വന്ന മറവി രോഗം കഴിഞ്ഞ കുറേ വർഷങ്ങൾ അദ്ദേഹത്തെ ഈ ലോകത്തിൽ നിന്ന് തന്നെ വേർപെടുത്തി, ഭൗതികമായിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹം ഒന്നും അറിയാതെ ജീവിക്കുന്നു. ഇവിടെ പറഞ്ഞു വന്നത്, വാജ്പേയി ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത്, പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ശവപ്പെട്ടി കുംഭകോണം എന്ന് പറയുന്ന വൻ അഴിമതി നടന്നതിൽ അയക്കും പങ്കാളിത്തമുണ്ട് ജോർജ് ഫെർണാണ്ടസിനും. അതിന് അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇന്ന് വരെ പുറത്ത് വിട്ടിട്ടില്ല. മാത്രമല്ല, കമ്മീഷൻ്റെ ഫൈൻഡിങ്ങിൽ പറയുന്നത് ലീക്ക് ചെയ്തു വന്ന കാര്യങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് നേരിട്ട് അതിൽ യാതൊരു പങ്കും ആ അഴിമതിയിലില്ല. മരിക്കുന്ന ജവാന്മാരുടെ, ഭടന്മാരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ കുറച്ചുകൂടെ നല്ലൊരു മാർഗം, കുറെ കൂടെ നല്ല രീതിയിൽ, അങ്ങനെയാണ് ശവപ്പെട്ടി, ക്വാളിറ്റി കൂടിയ ശവപ്പെട്ടികൾ വാങ്ങാൻ അന്ന് പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. പിന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം പ്രതിരോധ സേന ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില ഉദ്യോഗസ്ഥ വീഴ്ചകൾ, വൻ അഴിമതി കുംഭകോണമൊന്നും അല്ല സംഭവിച്ചതായിട്ടൊക്കെ ചില സൂചനകളുണ്ട്. അതിനപ്പുറത്ത് ജോർജ് ഫെർണാണ്ടസ് നേരിട്ട് അതിൽ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ജീവിതത്തിൽ സ്വന്തമായി വീടോ വസ്തുവോ ഒരു വാഹനമോ പോലും ഇല്ലാതെ ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. മന്ത്രിയായിരിക്കുമ്പോൾ കാറും ഔദ്യോഗിക വാഹനവും സൗകര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരാളെ ഇകഴ്ത്തി പറയുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡൽഹിയിലെ 2 പ്രമുഖ മുതിർന്ന ജേർണലിസ്റ്റുകൾ എഴുതിയ കുറിപ്പാണ് ആശ്വാസമായത്. AJ ഫിലിപ്പും VK ചെറിയാൻ, ഈ 2 മുതിർന്ന മാധ്യമപ്രവർത്തകർ എഴുതിയ സത്യസന്ധമായ കുറിപ്പിൽ ഈ വേദന കണ്ടിട്ട് എഴുതിയത് ആണത്. അതിൽ സത്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ജോർജ് ഫെർണാണ്ടസ് ആരായിരുന്നു? എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. കാരണം കൊങ്കൺ റെയിൽവേ, ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് മലയാളികൾ തിരിച്ചറിയണം. ഇവിടുന്ന് നമ്മൾ ആന്ധ്ര വഴി ഡൽഹി പോകാൻ എടുത്തിരുന്നതിനേക്കാൾ എത്രയോ ചുരുങ്ങിയ സമയം കൊണ്ട് കൊങ്കൺ വഴി നമ്മൾ പോകുന്നു. ഇതിന് നന്ദി പറയേണ്ടത് ജോർജ് ഫെർണാണ്ടസിനോടാണ്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം നടക്കുന്ന കാലത്ത് ഞാൻ കോഴിക്കോട് മാതൃഭൂമിയിൽ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ചെയർമാൻ E. ശ്രീധരുമായിട്ടൊരു അഭിമുഖം നടത്തുകയുണ്ടായി. അന്ന് അദ്ദേഹം മെട്രോമാൻ ആയിട്ടില്ല. പിന്നെയാണ് ഡൽഹി മെട്രോ വന്നിട്ടാണ് E. ശ്രീധരൻ സാറ് മെട്രോമാൻ ആവുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന മന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നടപ്പാവില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളോടുള്ള അഭിമുഖത്തിൽ. കാരണം റെയിൽവേ ബോർഡ് ആദ്യം ഇത് തള്ളിക്കളഞ്ഞു. മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിയുടെ ആവശ്യം ഇതായിരുന്നു. മന്ത്രി മംഗലാപുരത്തുകാരനാണ്, കൊങ്കണി മാതൃഭാഷ, സെമിനാരി ഡ്രോപ്പ് ഔട്ടാണ്, പൗരോഹിത്യ ജീവിതം വേണ്ടെന്ന് വെച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് പോയ ആളാണ് ജോർജ് ഫെർണാണ്ടസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ നിന്നും മംഗലാപുരത്തേക്ക് കൊങ്കൺ വഴി ഒരു അതിവേഗ റെയിൽവേ ലൈൻ ഉണ്ടാക്കണമെന്ന്. വളഞ്ഞു തിരിഞ്ഞു പോവാതെ വേഗം ജനങ്ങൾക്ക് എത്താമല്ലോ. അങ്ങനെയാണ് കൊങ്കൺ പ്രപ്പോസൽ വെച്ചപ്പോൾ റെയിൽവേ ബോർഡ് അത് തള്ളിക്കളഞ്ഞു. ഇത് ഫീസിബിൾ അല്ല, പ്രായോഗികമല്ല, അതുവഴി തുരങ്കം ഉണ്ടാക്കി ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞപ്പോൾ ശ്രീധരൻ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സർ, ഇത് ഞാൻ നടപ്പാക്കി തരാം, അവിടെ ഒരു സ്റ്റഡി കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്കിത് നടപ്പാക്കാൻ പറ്റൂ എന്ന് പറയുകയും ആ നിമിഷം തന്നെ E. ശ്രീധരനെ ആ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത അത്രയും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അതുകൊണ്ട് മരിക്കുമ്പോൾ അവർക്കിനി തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ നല്ലതും നന്മകളും പറയുക എന്നത് നമ്മുടെ ഒരു ജീവിത മര്യാദ തന്നെയാണെന്ന് ഇവിടെ പറയേണ്ടി വരുന്നു.